എല്ലാവർക്കും നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കൂൾ തലങ്ങളിലുള്ള വിദ്യാഭ്യാസം. കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം എത്രമാത്രം പ്രാവർത്തികമാണ്, അത് ഈ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും ഭാവിയിലെ പിള്ളേർക്ക് എത്രമാത്രം ഉതകുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, മറ്റൊന്നുമല്ല, നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അതായത് രാഹുൽ മാങ്കൂട്ടം കുറ്റാരോപിതനാണെന്ന് പൊതുജനസമൂഹത്തിൽ 98% ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്ത ആളാണ് എന്ന് നമുക്ക് ഇത് കൃത്യമായിട്ടൊരു ക്ലിയർ കട്ടായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കോടതികളിൽ ഈ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജാമ്യം കിട്ടുമോ എന്ന് അറിയില്ല, എങ്കിൽ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മറ്റൊന്നുമല്ല, ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ കലോത്സവ വേദിയിൽ ഈ സ്കൂൾ തലങ്ങളിൽ അധ്യാപകർ മാർക്കിടുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന നാടകങ്ങൾ അല്ലെങ്കിൽ മോണാക്ട്, മിമിക്രികൾ, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം വെച്ചുകൊണ്ട് ഇത് ഒരു കണ്ടൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പീഡനങ്ങളും ഹോട്ടലിലേക്ക് ചെല്ലുന്നതും അതുപോലെ തന്നെ ഈ തള്ളി വീഴിക്കുന്നതും ഇത് തുപ്പി ഒഴിക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ച് അത് ജനങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട് പിടിക്കാനായിട്ട് സ്കൂൾ തലങ്ങളിൽ സ്കൂൾ അധ്യാപകർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെയുള്ള ആ ഒരു കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വയം നാടകങ്ങൾ സ്വയം ആക്ട് ചെയ്ത് അഭിനയിക്കുന്ന ഒരു ഒരു നാടകവും പാട്ടും എല്ലാം കൂടി അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണ്? ഇതിന് അധ്യാപകർ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ കുട്ടികളുടെ ഫോട്ടോസൊക്കെ കാരണം നമുക്കത് കാണിക്കാനായിട്ട് അസൗകര്യമുണ്ട്. അത് കാരണം ഈ ഒരു കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാരണം നമ്മളിത് കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കുട്ടികളിൽ കലോത്സവ വേദിയിൽ കുട്ടികൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ മോശം എന്ന് മാത്രമേ പറയുള്ളൂ. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു ചാനലുകാർ ഒരു വാർത്ത വരെ ഇന്നേവരെ ഇട്ടിട്ടില്ല. ഇത് കൃത്യമായുള്ളൊരു താക്കീത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതിന് ഉപരി ഈ മാർക്കിടുന്ന അധ്യാപകർ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഒരിക്കലും അതിനൊരു മാർക്ക് ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഇതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പരിണതഫലമായിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് വരെയോടെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ചിലപ്പം പുള്ളി നിരപരാധിയായിരിക്കാം. എന്താണേലും രാഹുൽ മാങ്കൂട്ടം കുറ്റാരോപിതനല്ല എന്ന് ഈ പൊതുസമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു കേസുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാളെ ജാമ്യം കിട്ടും. കോടതി കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിജീവിതന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സമൂഹത്തിലിറങ്ങി അവർ ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ദീപക് എന്ന് പറഞ്ഞ ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തിക്കില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് തൂക്കിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിൽ തിക്കുണ്ടാക്കിയിട്ട് ഒരു ഷംജിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആളെ വേട്ടയാടുകയാണ് ചെയ്തത്. ഇതുപോലുള്ള അതിജീവിതന്മാരാണ് നാളെ ഒരു അവസരത്തിൽ നമുക്കും നാളെ വിനയായിട്ട് വരുന്നത്. അപ്പോൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോടെയൊക്കെ പോകുമ്പോൾ ക്യാമറ 4 സൈഡിൽ മുമ്പിലും പുറകിലും മാത്രമല്ല ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ക്യാമറ പിടിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് നമ്മുടെ നിയമ വിദഗ്ധരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിലുള്ളൊരു കേസ് അന്വേഷണ കാര്യങ്ങളൊന്നും അല്ല ഇത് കഴിഞ്ഞ നാൾ വരെ നടന്നിരുന്നത്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം എന്താണേലും സത്യസന്ധമായിട്ടുള്ള ഒരു നേർ അന്വേഷണവും ഒരു നല്ലൊരു കോടതി വിധിയും വരാതെ ഈ കോടതി വിധികളെ ജനങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് വ്യക്തമായ തെളിവുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. കാരണം പുള്ളിനെ ഓർക്കാപ്പുറത്തൊക്കെ ഉറങ്ങിക്കിടന്ന ഒരാളെ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അഡ്വക്കേറ്റിനെ പോലും വിവരം അറിയിക്കാതെ, PA പോലും വിവരം അറിയിക്കാതെ അറസ്റ്റ് ചെയ്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, അതുപോലെ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോവുക. ഇപ്പം 8ാമത്തെ ദിവസം 8 ദിവസം ജയിലിൽ പാർപ്പിക്കുക. ഈ പരാതിക്കാരിയായി അതിജീവിത എന്ന ചാനലുകാർ കൊട്ടിഘോഷിക്കുന്ന അവര് ഒരിക്കൽ പോലും ഈ സ്ത്രീ ഈ നാട്ടിൽ വന്നില്ല എന്നൊരു വാർത്ത ജനങ്ങളിലേക്ക് കൊടുത്തില്ല.
ഞാൻ അറിഞ്ഞത്, ഞാനൊരു 5-8 അഡ്വക്കേറ്റുമാരുമായിട്ട് പല ആൾക്കാരുമായിട്ട് ഒരു സംവാദം നടത്തിയപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പരാതി ഈ ലോക ചരിത്രത്തിലില്ല. ഒരാൾക്ക് വിദേശത്ത് നിന്നിട്ട് ഒരു പരാതി ഉന്നയിച്ചിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് 5-8 ദിവസം കൊണ്ട് ജയിലിലിടുക, അവർ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാകാതിരിക്കുക, അവർ മെഡിക്കൽ എവിഡൻ്റ് ആയിട്ട്, അതായത് സ്ത്രീ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കൺസെൻറ്റോട് കൂടി അത് വീഡിയോ എടുത്ത് അത് കോടതി സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്കാനിങ് റിപ്പോർട്ട്, അവർ ഗർഭവതിയാണോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടും, അതുപോലെ തന്നെ ഇവർ ഗർഭിണിയാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് കാണിക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇവർക്ക് ഗർഭം അലസി പോയിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ട്, ഇതെല്ലാം കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അത് അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചാനലുകാർ വന്ന് 5-8-10 ചാനലുകാർ വന്നിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ന് കോടാനുകോടി രൂപ മേടിച്ച് ചുമ്മാ വാർത്ത ഇറക്കിയിട്ട് ജനങ്ങളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് ജനങ്ങളെ കൂശിക്കുക, ജനങ്ങളുടെ വിലപ്പെട്ട സമയം ചുമ്മാ കളയുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് തന്നെയാണ് ചർച്ചാ വിഷയങ്ങൾ. ഈ കാര്യങ്ങൾ അത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ വിഷയം തന്നെയാണ്. ഈ കുട്ടിയുടെ ഈ കണ്ടന്റ് എടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്കൂൾ അധ്യാപകരും മാതാപിതാക്കളും, എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ മക്കളെ ആയിരിക്കും ഈ രീതിയിലേക്ക് ഇവർ ഉപയോഗിക്കുന്നതെന്ന്. ഇത് അറിയത്തില്ലാഞ്ഞിട്ട് സംഭവമല്ല, ഇതൊക്കെ ശരിയായ രീതികളല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത്. അടുത്ത നാളുകൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൂടാതെ ഈ അതിജീവിത എത്രയും പെട്ടെന്ന് ഈ കേരളത്തിൽ ഹാജരാകണം, കേരളത്തിൽ വന്നിട്ട് ഇതിനൊരു മൊഴി കൊടുക്കണം. എന്നാൽ പരാതി ഉന്നയിച്ചു എന്ന് പറയുന്ന സ്ത്രീ ഇതിനെക്കുറിച്ച് യാതൊരു വാർത്തകളും നാളിതുവരെ 8 ദിവസമായിട്ട് ഈ ചാനലുകാരും ഇവർ ഇവിടെ വന്ന് നാട്ടിൽ വന്നൊന്നും ഈ മൊഴി രേഖപ്പെടുത്തണമെന്നും എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഈ വാർത്തകളെല്ലാം ഒളിച്ചു വെച്ച് ഇവരുടെ റീച്ച് കിട്ടാനായിട്ടും വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബർ കിട്ടാനുമായിട്ടുള്ള ഒരു ആഘോഷങ്ങളായിട്ടാണ് ഈ ഒരു വാർത്തകളെ കാണുന്നത്. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ എടുക്കുക, ജനങ്ങൾക്ക് കൊടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അഡിക്റ്റ് ന്യൂസ് കേരള.